ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അതിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് ഹാസ്ര ട്രെയിനിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലെയേഴ്സിനെയാണ്. അവിടോട്ട് നമ്മുടെ ടങ്കൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പെതുക്കി ഓടുന്നത്? സൂര്യാസ്തമിക്കാൻ ഇനി ഒത്തിരി സമയമൊന്നുമില്ല, നിങ്ങളൊന്ന് ഉഷാറായിട്ട് ഓടാൻ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡീമൺ സ്ലെയറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, കാല് മുന്നിലോട്ട് വെച്ച് നല്ലപോലെ കൈ വീശെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡീമൺ സ്ലെയർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആ ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ അങ്ങനെ തളർന്നു വീഴുകയാണ്. നിങ്ങൾ ഇങ്ങനെ തളർന്നു വീണാൽ നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഹാസ്രാസിന്റെ ട്രെയിനിങ് ഒക്കെ കൊള്ളുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഡീമൺ സ്ലെയേഴ്സിന്റെ ചന്തിക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടങ്കൻ. എന്നാൽ ഇതേ സമയമായിരുന്നു ഉസൂയി എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ താൻജറോ ആണ്. താൻജറോനെ കണ്ട ടങ്കൻ പറയുകയാണ്, നിന്നെ ഒരുപാട് ദിവസമായാലോ കണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു അപ്പർമോ ഡീമന്റെ കൂടെ ഫൈറ്റ് ചെയ്തെന്ന് കേട്ടല്ലോ. അതിന്റെ മുറിവുകളൊന്നും നിന്റെ ബോഡിയിൽ ഞാൻ കാണുന്നില്ല. നീ ഒരു ഭാഗ്യവാൻ തന്നെ. അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു താൻജറോ പറയുന്നു. നിന്റെ ഇളകാത്ത ബോഡി നമുക്കിപ്പോ ഒന്ന് ഇളക്കാം. നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവുകയാന്ന് പറയുന്നു. അതിന് ഞാനും റെഡിയാണെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. താൻജറോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ താൻജറോ ട്രെയിനിങ്ങിന് വേണ്ടി റെഡിയാകുന്നു. ബാക്കിയുള്ള ഡീമൺ സ്ലെയേഴ്സിനെക്കാട്ടിൽ നല്ല രീതിയിലാണ് നമ്മുടെ താൻജറോ ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ തളർന്ന് താരെ വീരാൻ നേരത്ത് നമ്മുടെ താൻജറോ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ സ്ലെയേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് വായും പൊളിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഡീമൺ സ്ലെയേഴ്സിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വന്ന ടങ്കന്റെ ഭാര്യമാർ നമ്മുടെ താൻജറോനെ കാണുന്നു. ഓ താൻജറോ, നീ അങ്ങനെ വന്നല്ലോ. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ കഴിഞ്ഞ മിഷൻ ഇവരെ സഹായിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ താൻജറോ അവരോട് താങ്ക്സ് പറയുകയാണ്. ഓ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് നിന്നോട് താങ്ക്സ് പറയേണ്ടതെന്ന് അവർ പറയും. താൻജറോ, നിന്റെ മുഖം ഒന്ന് നന്നായിട്ടുണ്ട്. സത്യവാ, അവന്റെ മുഖം വലിയ ആളുടെ കൂട്ടായിട്ടുണ്ടെന്ന് നമ്മുടെ ടങ്കന്റെ 3 ഭാര്യമാർ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടങ്കനാണെങ്കിൽ ഡീമൺ സ്ലെയേഴ്സിനെ എല്ലാത്തിനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷത്തിലുള്ള ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിങ് ഞാൻ ഭക്ഷണം കഴിക്കാത്തവരെയൊക്കെ വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ ടങ്കൻ. അയ്യോ വേണ്ട, വർദ്ധിപ്പിക്കല്ലേ, ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞ ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും ഭക്ഷണം മേടിച്ച് തിന്നുകയാണ്. കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 ഡീമൺ സ്ലെയേഴ്സ് സംസാരിക്കുന്നതാണ്. നിനക്ക് ഇന്ന് രാത്രി പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി ഇല്ലേ? നിനക്ക് വേണമെങ്കിൽ നിനക്ക് പകരം ഞാൻ പോകാം. വേണ്ട മോനെ, ഞാൻ പൊക്കോളാം. കാരണം പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി പോകുന്നവർക്ക് രാവിലെ ട്രെയിനിങ്ങിന് വരണ്ട എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി രാത്രി പോവുകയാണ്. ഡീമൺസ് എല്ലാം മാഞ്ഞു പോയി. എനിക്ക് ഈ രാത്രി നല്ല രീതിയിൽ പേടിപ്പെടുത്തതാന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടത്. നെസ്കോ എന്ന് പറയുന്ന ഒരു ഡീമന്റെ പുറകെയാണ് ഇപ്പൊ എല്ലാ ഡീമൻസും എന്നാണ് ഞാൻ കേട്ടത്. അതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്. നമ്മൾ ഡീമൻസിനോടൊക്കെ ചോദിച്ചോ എന്തിനാണ് പെട്ടെന്ന് മാഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ സ്ലെയർ. എന്നാൽ ഇതേ സമയം തന്നെ ഒരു ഡീമൺ സ്ലെയർ കാണാതാവുകയാണ്. എടാ നീ എവിടെ? എന്നാൽ ഇതേ സമയം തന്നെ ആ കാണാതായി പോയ ആ ഡീമൺ സ്ലെയർ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഈ ഡീമൺ സ്ലെയറിനെ വന്നങ്ങ് പേടിപ്പിക്കുകയാണ്. ഇതുപോക്കാണ് ഡീമൻസ് ഒക്കെ ഒളിച്ചു നിന്ന് ആൾക്കാരെ ആക്രമിക്കുന്നതെന്ന് ആ ഡീമൺ സ്ലെയർ പറയുന്നു. വൃത്തികെട്ടവനെ, ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. എടാ സോറി എടാ, ഞാൻ ഇനിയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുന്നു. നീ ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കാൻ പാടില്ലെന്ന് ആ ഡീമൺ സ്ലെയർ പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടൊരു ശബ്ദം ഉണ്ടാകുന്നത്. നോക്കുന്ന സമയത്ത് ഒരു കണ്ണ്, ആ കണ്ണിൽ 4 എന്ന് എഴുതിയിരിക്കുന്നു. ആ 4 എന്ന് പറഞ്ഞ കണ്ണ് ആ ഡീമൺ സ്ലെയേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്നു. കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെയാണെങ്കിൽ ഡീമൺ സ്ലെയേഴ്സിന്റെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ടങ്കൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് മാറാൻ ടങ്കൻ പറയുകയാണ്. താൻജറോ ആണെങ്കിൽ ഒരു വലിയ ഡീമൺ സ്ലെയറിനെ തന്നെ അവന്റെ ടീമിൽ വിളിക്കുന്നു. എന്നിട്ട് അവനെ തോളത്ത് വെച്ചുകൊണ്ട് തന്നെ ആ മല സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ താൻജറോ ഓടിക്കിടക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിൽ തളർന്ന് താഴെ വീഴുന്ന സമയത്താണെങ്കിൽ നമ്മുടെ താൻജറോ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ താൻജറോ എടുത്തോട്ട് ആ ഡീമൺ സ്ലെയേഴ്സ് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ അപ്പർ റാങ്ക്സ് എന്നൊക്കെ പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണോ? അവരെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ മിത്സുരി പറയുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡീമൺ സ്ലെയേഴ്സിനും ഒന്നും മനസ്സിലാകുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഡീമൺ സ്ലെയേഴ്സിനോട് നമ്മുടെ ടങ്കൻ ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ആ മല ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഇവിടെ തിരിച്ചു വരണം. അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മലയുടെ അവിടോട്ട് പോവുകയാണ്. ടങ്കന്റെ 3 ഭാര്യമാരിൽ ഒരു ഭാര്യ പറയുകയാണ്, ടങ്കൻ പുറത്തിത്ര ക്രൂരനാണെങ്കിലും മനസ്സിൽ പഞ്ചപാവം. ശരിയാണ്, കഴിഞ്ഞ ദിവസം ഒരു ഡീമൺ സ്ലെയർ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താരെ വരുന്ന സമയം വരെ നമ്മുടെ ടങ്കൻ ഒന്നും കഴിഞ്ഞില്ല. നമ്മുടെ ടങ്കൻ തന്നെയാണ് ആ ഡീമൺ സ്ലെയറിനെ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് കൊണ്ടതെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ ടങ്കൻ അവരുടെ 3 പേരുടെ ഭാര്യമാരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാമെന്ന്. അതുമാത്രമല്ല മാസ്റ്റർ ഉപയോഗിക്കുകയാണ് ഇവരെ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊട്ടക്ഷനൊക്കെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ഓടിപ്പോകുന്ന സമയത്ത് താൻജറോ ഒരു കാര്യം ചിന്തിക്കും, ഈ ഹാഷ്റാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണെന്ന്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഗിയും നമ്മുടെ താൻജറോയും കൂടെ ഫുഡ് കോമ്പറ്റീഷൻ വെക്കുന്ന സമയത്തുണ്ടല്ലോ, അത് നമ്മുടെ താൻജറോയ്ക്ക് കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാകുന്നു. നമ്മുടെ താൻജറോയ്ക്ക് ഇനി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിപ്പോൾ തോറ്റുപോയാൽ മാസ്റ്റർ ഉപയോഗിക്ക് കൊടുക്കുന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല എനിക്ക് ഗിയുവിനെ തിരിച്ച് ഹാഷ്റ ട്രെയിനിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന അത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു ആണെങ്കിൽ ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു താൻജറോട് ചോദിക്കുകയാണ്,
താൻസ്രോ നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഈ കോമ്പറ്റീഷനിൽ തോറ്റു പോയാൽ ഞാൻ തിരിച്ച് ഹാസ്ട്ര ട്രെയിനിങ്ങിലേക്ക് വരാം. അഥവാ ഞാൻ ഈ മത്സരത്തിൽ ജയിച്ചാൽ ഞാൻ ഇനി ട്രെയിനിങ്ങിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഒന്ന് പേടിച്ചിട്ട് വേണ്ട സമയം തന്നെ നമ്മുടെ ഗിയോന്റെ പ്രശ്നം അങ്ങോട്ട് വരികയാണ്. ആ ആളോട് ഗിയോ പറയും താൻസ്രോയ്ക്കും ഒരു പ്ലേറ്റ് കൊണ്ട് ഗിയോ പറയുന്നു, ഹേ താൻസ്രോ ഇതെന്റെ അവസാനത്തെ പ്ലേറ്റ് ആണ്, നീ ഒരു പ്ലേറ്റും കൂടെ എക്സ്ട്രാ കഴിച്ചാൽ നീ വിജയിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാസ്ട്ര ട്രെയിനിലോട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് വളരെയധികം സന്തോഷം വരികയാണ്. കാണിക്കുന്നത് ഒബനായി വരാൻ കാത്തിരിക്കുന്ന സനമീനെയാണ്. അങ്ങനെ ഒബനായി അങ്ങോട്ട് വരുന്നു. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി, ഞാനും ഇപ്പൊ വന്നതേ ഉള്ളൂ, നിനക്ക് മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സനമി ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ ഒബനായി പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല അവർക്ക് അപ്പർ റാങ്ക് ഡീമൻസിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സനമി പറയുകയാണ്, എന്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് മാസ്റ്ററിന്റെ ആഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. നീ എന്നെ ഈ സമയത്ത് എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് ഒബനായി ചോദിക്കുന്ന സമയത്ത് സനമി പറയും, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നത് ആ കൊട്ടാരത്തിനെ കുറിച്ചാണോ? അതെ, നമ്മൾ വിചാരിച്ചു ആ ഡീമൻസിനെ കൊല്ലാൻ സാധിക്കുമെന്ന്, പക്ഷെ ആ ഡീമൻസ് ഒക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അങ്ങ് മാഞ്ഞു പോയി. ഇങ്ങനെയാണ് ആ ഡീമൻസ് ഒക്കെ ഒറ്റ നിമിഷത്തിൽ മാഞ്ഞു പോയത്, എന്തായിരിക്കും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അതോ ഇനി നമ്മളറിയാത്ത ഡീമൻസിന്റെ ഒളിത്താവളം വല്ലതും ആണോ എന്ന് പറയുകയാണ്. ഞാൻ ആ കൊട്ടാരം പലതവണയായിട്ട് അരിച്ചു പറക്കി, പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒബനായി പറയുകയാണ്, അന്ന് മുതലാണ് ഡീമൻസ് ഒക്കെ കാണാതായി പോയത്, അവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോയി. ഒരു കാര്യം ഉറപ്പിച്ചോ, അവരുടെ ടാർഗറ്റ് നമ്മുടെ താൻസ്രോന്റെ അനിയത്തി തന്നെയാണ്. എന്തോ വലുത് വരാനിരിക്കുന്നെന്ന് ഒബനായി പറയുന്ന സമയത്ത് സനമി പറയുകയാണ്, ഷേ എന്തൊക്കെയാണായാലും അതൊക്കെ ഞാൻ തടഞ്ഞിരിക്കുമെന്ന്. ഇതേ സമയത്ത് തന്നെ ഒബനായി പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന്. എനിക്കൊരു കാര്യവും കേൾക്കട്ടാ, പകരം ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഒബനായി പറയാണ്, ഈ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയാനിരുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ടെങ്കന്റെ ഭാര്യമാരെ പാത്രം എടുക്കാൻ സഹായിക്കുന്ന നമ്മുടെ താൻസ്രോനെയാണ്. നമ്മുടെ താൻസ്രോയ്ക്ക് അവരൊരു ചായ കൊടുക്കും, അത് കുടിക്കുമ്പോൾ നമ്മുടെ താൻസ്രോയ്ക്ക് ആശ്വാസമാവും. ഹേ താൻസ്രോ, വളരെയധികം നന്ദിയുണ്ട് എന്റെ ട്രെയിനിങ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഞങ്ങളെ സഹായിച്ചതിന്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, അതിന് നന്ദിയൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ എന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, നീയും നിന്റെ അനിയത്തിയും, അതുപോലെ തന്നെ ആ പന്നിത്തലേനും, അതുപോലെ തന്നെ ആ മഞ്ഞ മുടിക്കാരനും, പിന്നെ ടങ്കനും. ഇത്രയും പേരില്ലായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തെ സൂര്യനെ കാണത്തില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും ടങ്കിനും ഒരുമിച്ച് ജീവിക്കത്തില്ലായിരുന്നു, ഞങ്ങളിപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നേനെ. അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ടങ്ങനെ. ഇപ്പൊരു ആഗ്രഹമുണ്ട് ഫൈറ്റിനൊക്കെ പോകണമെന്ന്. അത് പറഞ്ഞത് ശരിയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയായിട്ടും അതുപോലെ തന്നെ ഉറക്കത്തിലൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നീ മൂസ് ആൻഡ് കിബിക്സുജിയെ നശിപ്പിക്കണമെന്ന് പറയുകയാണ് അവർ 3 പേരും. ഈവനിങ്ങിൽ നമ്മുടെ ടങ്കൻ പറയും, നമ്മൾ ഇന്ന് മുകളിൽ ഒത്തിരി ദൂരം പോകുന്നത് ക്യാൻസൽ ചെയ്യുകയാണ്, അതിന് പകരം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും ആ മലമണ്ടയിലേക്ക് കയറൂ. നമ്മളെപ്പോഴും ഡീമൻസിലൂടെ രാത്രിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണും രാത്രിയിലേക്ക് ഫൈറ്റ് ചെയ്യുന്നത് പോലെ തയ്യാറാക്കി വെക്കൂ. അങ്ങനെ നിങ്ങളുടെ ഇരുട്ടിൽ ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ ഒരു കാര്യം, ഞാനൊരു ഡീമനാണെങ്കിൽ നിങ്ങളെ പിടിച്ച് തിന്നും, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ താൻസ്രോ, നീ നിന്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണം, അതുപോലെ തന്നെ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണം എന്ന് പറയുകയാണ് നമ്മുടെ ടെങ്കൻ. അങ്ങനെ എല്ലാവരും ടെങ്കനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ടെങ്കൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആർക്കും കാണാത്ത രീതിയിൽ തന്നെ നമ്മുടെ ടെങ്കൻ അവരെല്ലാരെയും അടിച്ച് താരയിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും താരോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെങ്കന്റെ ഓരോ അനക്കവും നമ്മുടെ താൻസ്രോയ്ക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ടെങ്കൻ ഒരു ഫോർമൽ നിഞ്ച, അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് ഞാൻ ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ടെങ്കന്റെ സ്മെല്ല് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെയായിരുന്നു ചന്ദ്രന്റെ വെളിച്ചത്തിൽ നമ്മുടെ ടെങ്കനെ ചെറുതായിട്ടൊക്കെ അവരൊന്ന് കാണുന്നത്. ഒരിക്കലും ഒരു ഹാസ്രയുടെ മുന്നിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയും. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടെങ്കൻ വന്നിട്ട് അവന്റെ തലക്കിട്ടൊണ്ണം കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഒരു ഡീമൻ വരുമ്പോഴും നീ ഈ കാര്യം തന്നെ പറയും. ഡീമൻ സ്ലെയർ അവിടെ ബോധം കെട്ട് താരവീരൊക്കെ കണ്ട് നമ്മുടെ താൻസ്രോ വിളിച്ചു പറയും, ടെങ്കൻ യൂസുയി ഒരു ഫോർമർ ഹാസ്ര, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഒന്നും നമുക്കൊരിക്കലും കാണാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓടി എന്റെ അടുത്ത് വരാൻ പോവുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ ടെങ്കൻ ആണെങ്കിൽ ആ ഡീമൻ സ്ലെയർസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താൻസ്രോ അത് തടയും. എന്നാൽ ആ തടയുന്ന ഇതിന്റെ ആഘാതത്തോട് തന്നെ എല്ലാ ഡീമൻ സ്ലെയർസും എല്ലാം അവിടെ നിന്ന് പറന്നു പോവുകയാണ്. താൻസ്രോ അങ്ങനെ തന്നെ. എന്നിട്ട് ടങ്കൻ പറയുന്നു, ഇയാള് ഒരു കൈ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും സ്ട്രെങ്തോ? സത്യം പറഞ്ഞാൽ ഈ ടങ്കൻ ഒരു ലെജൻഡ് ആണെന്ന് പറയുകയാണ് അവിടെയുള്ള എല്ലാ. ഇതാണ് ആ ഫൈറ്റ്, അപ്പർ മൂണിന്റെ കൂടെ പിടിച്ചു നിന്ന അവരുടെ 2 പേരുടെ ഫൈറ്റ്, അപ്പർ മൂണിന്റെ രക്ഷപ്പെട്ട അവരുടെ ഫൈറ്റ് എന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടെങ്കൻ പറയുകയാണ്, താൻസ്രോ നീ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസ്രോയും അതുപോലെ തന്നെ ടെങ്കന്റെ ഫൈറ്റ് ഒക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡീമൻ സ്ലെയർസ് ഒക്കെ നമ്മുടെ ടെങ്കനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെയധികം സന്തോഷം എടുക്കുകയാണ് നമ്മുടെ ടെങ്കന്. എല്ലാ ഡീമൻ സ്ലെയർസും നമ്മുടെ ടെങ്കനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് നേരം കണ്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു റിട്ടയർ ആയിട്ടുള്ള ഹാസ്രയുടെ കൂടെ നിങ്ങൾ തോറ്റുപോയെന്ന്. പിന്നെ ഒരു ഫോർമൽ ഹാസ്രയുടെ കൂടെ അല്ല ഞങ്ങൾ ജയിക്കുന്നതെന്ന് ഒരു ഡീമൻ സ്ലെയർ പറയും. ഞാൻ നിന്നെയൊക്കെ ട്രെയിനിങ് ചെയ്തത് പേടിച്ചൊരു സൈഡിൽ പോയി ഇരിക്കാനല്ല, എനിക്കറിയാം. താൻസ്രോയും കൂടെ ചേർന്ന് അപ്പർ മൂണായിട്ടുള്ള ഡീമൻസിനെയും അതുപോലെ തന്നെ മൂസ് ആൻഡ് കിബിക്സുജിയെയും കൊല്ലും. എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു കൂടെയുള്ള എല്ലാ ഡീമൻ സ്ലെയർസും പറയുന്നു. ഇതേ സമയം തന്നെ ഒരു ഡീമൻ സ്ലെയർ പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ഞങ്ങൾ സ്ട്രോങ് ആവും, എന്നിട്ട് എന്നെങ്കിലും ഞാൻ
ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുകയാണ്. നമ്മുടെ ടെൻകൻ ഒരുപാടധികം സന്തോഷമാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടെൻകൻ ടാൻജറോട് പറയുകയാണ് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരും സ്ട്രോങ് ആവും, അതെനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല നിനക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ ഇനി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുന്ന് പോകാം. നമ്മളെ കൊണ്ട് എല്ലാ അപ്പുറമും ഡീമൻസിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ മൂസാനിക്ക് ബിഗ് സൂര്യ തീർക്കുമല്ലാതെ നമ്മളൊക്കെ ഒന്നും തീർക്കാൻ സാധിക്കത്തില്ല. അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് ടാൻജർ പറയുന്നു. ഉറപ്പായിട്ടും പരാജയപ്പെടുത്തിയിരിക്കുന്നു ടാൻജറോ പറയുന്നു. പിന്നീട് നമ്മുടെ ടാൻജറോ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി നമ്മുടെ ടാൻജറോയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത ട്രെയിനിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ടാൻജറോ പറയുകയാണ്. എന്നാൽ അവിടെ നിന്ന് എല്ലാവരും പറയുകയാണ് ടാൻജറോ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ അടുത്ത ട്രെയിനിങ്ങിൽ നിന്നെ കണ്ടിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോ ആണെങ്കിൽ എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് അവൻ മുയിച്ചിറോയുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ടാൻജറോ കാണുന്നത് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്ന മുയിച്ചിറോനെയാണ്. നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ല, നിന്നെ ഡീമൻസ് കഴിക്കും. ഇത് കേട്ട ആ ഡീമൺ സ്ലേയർ നമ്മുടെ മുയിച്ചിറോയുടെ മണ്ടക്കോട്ട് ചാടി. എന്നാലും മുയിച്ചിറോ ആണെങ്കിൽ അവനെ സിമ്പിൾ ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുന്നു. എന്നിട്ട് മുയിച്ചിറോ അവനോട് ചോദിക്കുകയാണ് നീ ഒരു കാര്യം ആലോചിച്ച് നോക്കുക,